ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ ഏതൊരു സ്റ്റാറ്റസ് തുറന്ന് നോക്കിയാലും അല്ലെങ്കിൽ ലിങ്ക്ഡിൽ കയറി നോക്കിയാലും കൂടുതലും പോസ്റ്റ് കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും പിള്ളേർ ക്യൂസ്ബേഡർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻക്യുബേഷൻ പ്രോഗ്രാമിലോട്ടാണ് ആക്ച്വലി പ്ലേസ് ആയിരിക്കുന്നത്. സോ നിങ്ങൾ എന്താണ് അവിടെ ചെയ്യാനായിട്ട് പോകുന്നത്, അതുപോലെ നിങ്ങളവിടെ ശരിക്കും എങ്ങനെയായിരിക്കും നിങ്ങളുടെ റോഡ് മാപ്പ് എന്നുള്ള കാര്യം കുറേ പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ്. എനിക്ക് പേഴ്സണലി കുറേ മെസ്സേജസ് വന്നിരുന്നു. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ അവിടെ ചെല്ലുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ആൻഡ് നിങ്ങൾ ഈ ഒരു പറയുന്ന 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ എവിടെ എത്തും പോലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും നിങ്ങളുടെ ഈ ഒരു സ്റ്റഡി ജേർണി അതുപോലെ തന്നെ നിങ്ങളുടെ അവിടുത്തെ ടൈം പോലുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് എ വീഡിയോ. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളൊരു സാധനമാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് കോൾഡ് വാട്ട് ഓഫർ ലെറ്റർ. സോ ഈ ഒരു ഓഫർ ലെറ്ററിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവാൻ കാര്യം അതിൻ്റെ അകത്ത് അറ്റൻഡൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്, ആൻഡ് മൊബിലിറ്റി, ടൈംലി അസൈൻമെൻറ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സോ നമ്മൾ അവിടെ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കലി 2 പ്രോഗ്രാംസാണ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ജാവ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ആൻഡ് പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ജാവ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് ആൻഡ് ടെക്നോളജീസ് ആയിട്ടുള്ള HTML, CSS അതുപോലെ തന്നെ റിയാക്ട് പോലുള്ള കാര്യങ്ങൾ പഠിക്കും. ആൻഡ് നിങ്ങൾ ബാക്ക് ആൻഡ് സൈഡിൽ നിങ്ങൾ ഒരു ഡാറ്റാബേസ് പഠിക്കും, MySQL പഠിക്കും. ആൻഡ് ദെൻ ബാക്ക് ആൻഡ് ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾ ജാവ ആണെങ്കിൽ ജാവ ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു കോഴ്സിൽ നിങ്ങൾ എൻ്റെ കയ്യിൽ പഠിക്കുന്നത്. ജാവ എന്ന് പറയുമ്പോൾ കോർ ജാവ എന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിവിടെ പഠിക്കും. കാര്യം നിങ്ങൾക്ക് ഈ പറയുന്നൊരു വെബ്സൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഇവരുടെ വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ എൻറ്റയർലി പറഞ്ഞിട്ടുണ്ട് ജാവയിൽ എന്ന് മാത്രം പഠിപ്പിക്കുക എന്നുള്ളത്. ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഗുഡ് ക്ലാസ് ആയിരിക്കും അവിടുത്തെ. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഫ്രണ്ട് എൻഡിൽ വരുന്ന HTML, CSS, റിയാക്ട് ഉണ്ടാവും. ആൻഡ് ബാക്ക് എൻഡിനകത്ത് വരുന്ന ഈ പറയുന്ന MySQL ഉണ്ടാവും. ആൻഡ് പൈത്തൺ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു കോഴ്സ് എൻ്റെ ആ ഒരു സ്ട്രക്ചർ വരുന്നത്. ആൻഡ് നമ്മളവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി ഏകദേശം ഒരു 6 മണി വരെ ആയിരിക്കും. രാവിലെ 9 മണി തൊട്ട് 6 മണി വരെ ആയിരിക്കും. ബ്രേക്കുകൾ ഉണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ഒരു ക്യൂസ്പേഡേസിൽ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും കോഴ്സുകളാണ് നിങ്ങൾ ഇൻക്യുബേഷൻ രീതിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുന്നത്. അഡീഷണൽ രീതിയിൽ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്കൊരു ഡെവോപ്സ് പഠിക്കണമെങ്കിൽ നിങ്ങൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കണം. ബട്ട് ഈ ഒരു കാര്യം ഇൻക്യുബേഷനിൽ സെലക്ട് ചെയ്ത സ്റ്റുഡൻസിന് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് പഠിക്കുന്നതിന് യാതൊരു പേയ്മെൻറ്റും ഇല്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. റൈറ്റ്. സോ ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങളോട് പഠിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇതിൻ്റെ ക്ലാസ്സസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ വെരി ഗുഡ് ക്ലാസ്. ഇവിടുത്തെ റോഡ് മാപ്പ് എന്ന് പറയുന്നത് ഏകദേശം 6 മന്തോളം നിൽക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ പറയുന്ന ഏകദേശം ഒരു കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴായിരിക്കും, നിങ്ങൾ ഏകദേശം ഒരു പിക്കപ്പ് ലെവൽ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് തരുന്നത്. ഓഫ് കോഴ്സ് അവിടെ പ്ലേസ്മെൻറ്റ്സ് ഉണ്ടാവും. സോ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് തരും. സോ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി പോകാവുന്നതാണ്. സോ ഇതൊക്കെയാണ് അവിടുത്തെ റോഡ് മാപ്പ് എന്ന് പറയുന്നത്. സോ ഞാൻ അവിടെ ആക്ച്വലി പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ബട്ട് ഞാൻ അവിടെ ചൂസ് ചെയ്ത് ജാവയായിരുന്നു. ആൻഡ് സംഹൗ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സെൽഫായിട്ട് പൈത്തൺ പഠിക്കുമായിരുന്നു. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ ഡിഫറെൻറ്റ് സ്റ്റോറി. സോ ഞാൻ ആക്ച്വലി ജോബിലേക്ക് എൻ്റർ ചെയ്യുന്നത് ആസ് എ പൈത്തൺ ഡെവലപ്പറായിട്ടായിരുന്നു. എനിക്ക് ജാവ പഠിച്ചൊരു ഓപ്സ് കോൺസെപ്റ്റ് തറവാക്കാനും ആൻഡ് വാട്ട് ഐ ലൈക്ക് മോസ്റ്റ് ഓൺ പൈത്തൺ. സോ ഞാൻ ആക്ച്വലി വീട്ടിൽ വന്നിരുന്നതിന് ശേഷം പൈത്തൺ ഇങ്ങനെ പിന്നെയും ഐ ലവ് പൈത്തൺ മോർ ദാൻ ജാവ. സോ ഇറ്റ്സ് ആൻ എൻറ്റയർ ഡിഫറെൻറ്റ് സ്റ്റോറി. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ലൈക്ക് ഞാൻ ആക്ച്വലി സെൽഫ് ലേൺ ചെയ്ത് എങ്ങനെയാണ് ഒരു ജോബിലേക്ക് എത്തപ്പെട്ടപ്പോഴുള്ള കാര്യങ്ങളൊക്കെ അതേപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യും. സോ ഇറ്റ്സ് ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് സ്റ്റോറി. സോ നമുക്ക് ഈ ഒരു ക്ലാസ്സിൻ്റെ ഞാൻ അവിടെ പഠിച്ചിരുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ ഹൗ ഇറ്റ്സ് ലുക്ക് ഫോർ മീ ഈസ് വെരി ഗുഡ്. ആൻഡ് അതിനെ പറ്റിയിട്ടുള്ളൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷനാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ആൻഡ് ഇവിടെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓഫർ ലെറ്റർ പറയുന്നത് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് പോകുമ്പോൾ കൊണ്ടുവരേണ്ടതുള്ള കാര്യങ്ങളായിരിക്കും. ആൻഡ് ഇത്രയൊക്കെയാണ് നമ്മൾ ആക്ച്വലി പറയാനായിട്ട് ഉദ്ദേശിച്ചത്. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. കാര്യം ക്യൂസ്പേഡേസിലേക്ക് നിങ്ങൾ പോകുമ്പോൾ വൈ യു നീഡ് ടു ചൂസ് ദാറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അവിടെ ചെയ്യാമെന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഹാപ്പി ജേണി.